കെയർ ഓഫ് പേഷ്യൻ്റ് COP5C കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്. നമ്മുടെ ആശുപത്രികളിൽ പല വിധത്തിലുള്ള ഇൻവാസീവ് പ്രൊസീജിയേഴ്സ് നടക്കുന്നുണ്ട്. ഏതൊരു ഇൻവാസീവ് പ്രൊസീജിയർ ആണെങ്കിലും അവിടെ ഒരു കാർഡിയാക് അറസ്റ്റിനുള്ള പോസിബിലിറ്റി ഉണ്ട്. പല വിധത്തിലുള്ള റീഹാബിലിറ്റേഷൻ പ്രൊസീജിയേഴ്സ്, സർവീസസ്, ഏരിയാസ് ഉണ്ട്. ഡയാലിസിസ് വളരെ ഒരു നിരന്തരം നടക്കുന്നതും എന്നാൽ ഒരു ക്രിട്ടിക്കലാകാൻ സാധ്യതയുള്ളതുമായ ഒരു ഏരിയയാണ് കീമോതെറാപ്പി ഓഫ് കോഴ്സ്. സോ നമ്മുടെ കീമോ വാർഡ്, ഡയാലിസിസ് സെൻറ്റർ, റീഹാബിലിറ്റേഷൻ ഒരു സർവീസ് കൊടുക്കുന്ന ഏരിയാസ്, എൻഡോസ്കോപ്പി പോലെയുള്ള സ്ഥലങ്ങളിൽ ഒക്കെ പേഷ്യൻ്റ് ഫിസിക്കലി മെൻ്റലി ട്രബിളിലാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഏരിയകളിലെല്ലാം തന്നെ മിനിമം അവിടെ നമുക്കൊരു CPR ഫെസിലിറ്റി പെട്ടെന്ന് പ്രൊവൈഡ് ചെയ്യേണ്ടി വന്നാൽ പ്രൊവൈഡ് ചെയ്യാൻ കഴിയത്തക്ക വിധത്തിലുള്ള എക്യുപ്മെൻറ്റ്സും മെഡിസിൻസും ഉണ്ടായിരിക്കണം. അത് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലോ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലോ മാത്രമല്ല, കഴിയുന്നത്ര ഈ പോസിബിലിറ്റി ഒരു ഇൻവാസീവ് പ്രൊസീജിയർസ് ചെയ്യുന്ന സ്ഥലത്തോ അതിനുശേഷം അതിൻ്റെ പോസ്റ്റ് കെയറിലോ ഒക്കെയുള്ള പേഷ്യൻസിനും മറ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ സ്പെഷ്യൽ കെയർ കൊടുക്കുന്ന സ്ഥലങ്ങളിലും ഒക്കെ നമുക്ക് ആവശ്യത്തിന് എമർജൻസി മെഡിസിൻസ് ഉണ്ടാവണം, ഒരു CPR റിലേറ്റഡ് എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവണം, അതിനുള്ള ഫെസിലിറ്റീസ് ഒരുക്കണം. COP5C medical equipments and medications for during CPR are available in various areas of the organization. വളരെ സിമ്പിൾ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്. നമുക്കധികമൊന്നും ഇതിനകത്ത് തല പുകയ്ക്കാനില്ല. നമുക്ക് നമ്മുടെ സാധാരണ രീതിയിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇത് ഒരുക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എടുത്തു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ.